ക്വസ്റ്റ്യൻ പറയുന്നത് എയും ബിയും രണ്ട് മാട്രിക്സസ് ആണ്. എ ബി ഈക്വൽ ടു എ എന്നും ബി എ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എയും ബിയും പ്രൊഡക്റ്റ് ചെയ്ത എ ആണ്, ബിയും എയും പ്രൊഡക്റ്റ് ചെയ്ത ബി ആണ്. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ബി സ്ക്വയറിനെ നമുക്ക് ബി ഇൻറ്റു ബി എന്ന് റീപ്ലേസ് ചെയ്യാം. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ബി ആണ്. നമുക്ക് ഗിവൺ ആയിട്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, ബി എ ഈക്വൽ ടു ബി ആൻഡ് എ ബി ഈക്വൽ ടു എ. ഈ ഗിവൺ കണ്ടീഷനിൽ എന്ത് ചെയ്യുക, ബിക്ക് പകരം നമുക്ക് ബി എ അപ്ലൈ ചെയ്യാം. ബി എ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ബി അതിന്റെ ഉള്ളിൽ വരും. ആ എ ബിക്ക് പകരം നമുക്ക് എയും അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അതിന്റെ കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ബി സ്ക്വയറിന് നമ്മൾ ബി ഇൻറ്റു ബി എന്ന് അപ്ലൈ ചെയ്തു. ബി ഇൻറ്റു ബി എന്ന് മാറ്റി എഴുതി. അതിലെ ബി ഈക്വൽ ടു ബി എ എന്നുള്ള കണ്ടീഷൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ അതിന് വിളിച്ചിട്ടുണ്ട്. ബി എ എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. ബി എ ഇൻറ്റു ബി വരും. ബി എ ഇൻറ്റു ബി, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല ജനറലി, പക്ഷെ അസോസിയേറ്റീവ് ആണ് എല്ലായ്പ്പോഴും. സോ ബി എ ഇൻറ്റു ബിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം. സിൻസ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. നോ ബി ഇൻറ്റു എ ബി. എ ബിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 വെച്ചിട്ട് എന്ത് റീപ്ലേസ് ചെയ്യാം, എ എന്ന് റീപ്ലേസ് ചെയ്യാം, ബി എ എന്ന് വരും. ആൻഡ് ബി ഹാവ് ബി എ ഈക്വൽ ടു ബി. സോ ഫൈനൽ ആൻസർ ഈസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി എന്നുള്ളതാണ് വരുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ട്രൂ. അപ്പൊ ഈ ഒരു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബി സ്ക്വയറിനെ ബി ഇൻറ്റു ബി എന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് ദ മാട്രിക്സ് എ ബി ഈക്വൽ ടു 0, അതായത് രണ്ട് മാട്രിക്സുകൾ ഉണ്ട് എയും ബിയും, അതിന്റെ പ്രൊഡക്റ്റ് 0 ആണ്. ദെൻ 4 ഓപ്ഷൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഐദർ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. രണ്ടാലൊന്ന് 0 ആവണമെന്ന് നിർബന്ധമില്ല. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. എന്റെ നേരെ കൗണ്ടർ, അതായത് രണ്ടാലൊരാൾ 0 ആയിരിക്കണം. തേർഡ് ഓപ്ഷൻ എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0, രണ്ടും 0 ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആൾ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. അപ്പൊ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ടാലൊരാൾ 0 ആവണോ അതോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എ ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. നമ്മൾ സാധാരണ ഈ ഒരു കണ്ടീഷൻ പറയാറുണ്ട്. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് റിയൽ നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ, റിയൽ നമ്പർ സിസ്റ്റത്തിൽ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഐദർ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0 എന്ന് പറയാറുണ്ട്. പക്ഷെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ രണ്ട് മാട്രിക്സുകൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ട് 0 കിട്ടാൻ രണ്ടാളുകളും 0 ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എ നോൺ സീറോ ചൂസ് ചെയ്യുക, അതേപോലെ ബി നോൺ സീറോ ചൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് എന്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എ ബി 0 ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ നോക്കാം. ഞാൻ എ ആയിട്ട് ചൂസ് ചെയ്യുന്നത് 1000, ഒരു 2x2 മാട്രിക്സ് ആണ്. 1000 എന്നുള്ള ഒരു 2x2 മാട്രിക്സ് ചൂസ് ചെയ്തു. ബി ആയിട്ട് 0001 എന്നുള്ള മറ്റൊരു മാട്രിക്സും ചൂസ് ചെയ്തു. എ ബി പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് കോളം 0 ആണ്. സോ ഫസ്റ്റ് എലമെന്റ് 0 ആയിട്ട് മാറും. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 0 വരും. 0 എന്നുള്ള കോളം കൊണ്ട് 0 എന്നുള്ള റോ കൊണ്ട് 0 എന്നുള്ള കോളത്തിന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 0 വരും. 0 എന്നുള്ള റോ കൊണ്ട് ഈ കോളത്തിന് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും 0 വരും. 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1. സോ എ ബി ഈസ് 0 ബട്ട് എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. എയും ബിയും 0 അല്ല, പക്ഷെ എന്താണ്, എ 0 ആണ്. സോ രണ്ടാലൊരാള് 0 ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഹെൻസ് ഓപ്ഷൻ എ ഈസ് ട്രൂ. നമ്മൾ ഇതേപോലത്തെ സെറ്റുകളെ പറയാറുണ്ട്. അതായത് രണ്ട് നോൺ സീറോ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 0 വരുമോ എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു സാധനം. നമ്മൾ മാട്രിസസിന്റെ കളക്ഷൻ എടുക്കുക, MNR എടുത്താൽ MNRൽ രണ്ട് നോൺ സീറോ നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്താൽ ആ നോൺ സീറോ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ത് വരാം, 0 വരാം എന്നുള്ളതിനൊരു എക്സാമ്പിൾ കൂടെയാണ്.
അത്തരത്തിലുള്ള സെറ്റുകൾ നമ്മൾ പല സെറ്റുകൾ പഠിക്കുന്നുണ്ട്. അത് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷനുമായിട്ട് വരുന്ന ടേമാണ്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഈ ഒരു ക്വസ്റ്റിൽ നമുക്കൊരു 2x2 മാട്രിക്സ് തന്നിട്ടുണ്ട്. ഫോർ എനി 2x2 മാട്രിക്സ് ഒരു റിലേഷനും തന്നിട്ടുണ്ട്. എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഇക്വൽ ടു 10 0 0 10. ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലിമെന്റ്സ് ആയിട്ട് രണ്ടും 10 ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ 2x2 മാട്രിക്സ്. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് തന്നത് എ ഇൻറ്റു അഡ്ജ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യണം. ഡിറ്റർമിനന്റ് ഓഫ് എയും അഡ്ജ് എയും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. എ ഇൻവേഴ്സിന്റെ റിലേഷൻ എ ഇൻവേഴ്സ് ഈസ് ഇക്വൽ ടു അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അതിൽ ഈ ഡിറ്റർമിനന്റ് ഓഫ് എനെ നമ്മൾ ഒരു സൈഡ് കൊണ്ടുപോവുകയാണെങ്കിൽ അഡ്ജ് എ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതാം. രണ്ട് സൈഡിലും എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. സോ എ ഇൻറ്റു എ ഇൻവേഴ്സ് എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഇക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് എ വരും. എ ഇൻറ്റു അഡ്ജ് എ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗിവൺ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഈ ഒരു ലോജിക്കാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിറ്റർമിനന്റ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. എ ഇൻവേഴ്സിനുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് അഡ്ജ് എ ബൈ ഡിറ്റ് എ. അഡ്ജ് എ ഒരു സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റ് എനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് എ വന്നു. എ കൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. എ ഇൻറ്റു അഡ്ജ് എ കിട്ടാൻ വേണ്ടിയിട്ട് എ അഡ്ജ് എ ഓപ്പറേറ്റ് ചെയ്തു. എ ഇൻറ്റു എ ഇൻവേഴ്സ് വരും. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. ഐഡന്റിറ്റി മാട്രിക്സ് വിച്ച് ഈസ് ഓഫ് ഓർഡർ 2. സോ I2 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. I2 ഇൻറ്റു ഡിറ്റ് ഓഫ് എ വരും. എ ഇൻറ്റു അഡ്ജ് എ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ആളാണ്. അതിനെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാം. 10 0 0 10 I2 ഇൻറ്റു ഡിറ്റ് എ. ഓക്കെ, സോ I2 ഇൻറ്റു ഡിറ്റ് എ എന്ന് എഴുതാം. ഇനി നമുക്ക് ഡിറ്റ് എ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മാട്രിക്സ് നോക്കിയാൽ ഐഡന്റിറ്റി മാട്രിക്സിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. സോ ഈ മാട്രിക്സ് നിന്ന് നമുക്ക് 10നെ ഔട്ട്സൈഡ് എടുക്കാം. അതായത് മാട്രിക്സ് ടോട്ടലി നമുക്ക് 10 എന്നുള്ള സ്കെയിലർ ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ ഫസ്റ്റ് നിന്നും 10 പുറത്തേക്ക് വരും, ഈ എലമെന്റിൽ നിന്നും പുറത്തേക്ക് വരും. ഇനി മറ്റൊരു അർത്ഥത്തിൽ വരികയാണെങ്കിൽ ഈ ഐഡന്റിറ്റി മാട്രിക്സിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മാട്രിക്സ് കിട്ടുന്നത്. സോ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് 10 ഇൻറ്റു I2 എന്ന് എഴുതാം. സോ I2 ഇൻറ്റു 10 ഈസ് ഇക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ I2 ഇൻറ്റു ഡിറ്റ് ഓഫ് എ. രണ്ട് ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് I2 രണ്ട് സൈഡിലും ഉണ്ട്. I2ന്റെ ഇൻവേഴ്സ് കൊണ്ട് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ I2 ഇൻറ്റു 10 I2 ഇൻറ്റു ഡിറ്റ് എക്ക് ഈക്വൽ ആവണമെങ്കിൽ ഡിറ്റ് എ എന്താവണം, 10 ആവണം. സോ ഓപ്ഷൻ സി ഈസ് ട്രൂ. ഓപ്ഷൻ സി ആണ് ഡിറ്റ് എ ഈസ് ഇക്വൽ ടു 10 എന്ന് പറയുന്നത്. സോ നമ്മൾ എ ഇൻവേഴ്സ് കാണാനുള്ള ബേസിക് ആയിട്ടുള്ള റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈ ഒരു ആൻസറിൽ ഇവാലുവേറ്റ് ചെയ്തത്. Let A be the set of all 3x3 matrices. A എന്നുള്ളത് ഒരു സെറ്റ് ആണ്. A is equal to set of all matrices which is of order 3x3. 3x3 matricesന്റെ കളക്ഷൻ ആണ്. Whose entries are either 0 or 1. ഇതിലെ എലമെന്റ്സ് Aij എന്തേ വരാൻ പാടുള്ളൂ, ഒന്നിക്കലോ 0 അല്ലെങ്കിൽ 1. Then the number of elements in the set is, A എന്നുള്ള സെറ്റിലെ എലമെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. A എന്നുള്ളത് നമുക്ക് 3x3 പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ എൻട്രീസും 0 or 1. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു മാട്രിക്സ് എടുക്കാം 0 0 0. ഇതാ സെറ്റിൽ ഉൾപ്പെടുന്ന ഒരു മാട്രിക്സ് ആണ്. ഇനി ബാക്കി പൊസിഷനിൽ 0 1 വരുന്ന രൂപത്തിൽ നമുക്ക് എത്ര എലമെന്റ്സിന് ഈ ഗ്രൂപ്പിൽ ഈ ഒരു സെറ്റിൽ ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചത്. അതിൽ ഈ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള 9 പൊസിഷൻസ് നമ്മൾ എടുക്കുക. ടോട്ടലി 9 പൊസിഷൻസ് ആണ് നമ്മളെ കയ്യിൽ വരുന്നത്. ഓരോ പൊസിഷനിലും എത്ര ചോയ്സ് ഉണ്ട്, ഒന്നിക്കലോ 0 അല്ലെങ്കിൽ 1. സോ ഓരോ പൊസിഷനിലും 2 ചോയ്സസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ 2 ചോയ്സ് വരും. ടോട്ടൽ പൊസിഷൻസിന്റെ എണ്ണം 9 വരും. സോ നമുക്ക് ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ദിസ് ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് 2⁹9. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഓരോ പൊസിഷനിലും 0 ഉം 1 ഉം മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ our final answer is 2⁹9.
ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മാട്രിക്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഡിറ്റർമിനന്റ് ആണ് ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ് റോ 1 0 0 0 എക്സെട്ര 0, സെക്കൻഡ് റോ 1 1 by 2 0 0 എക്സെട്ര, തേർഡ് റോ 1 1 by 2 1 by 3 0 0 എക്സെട്ര, ആൻഡ് ലാസ്റ്റ് റോ 1 1 by 2 1 by 3 1 by 4 എക്സെട്ര 1 by n. ഈ ഒരു മാട്രിക്സ് നമുക്ക് ഒബ്സർവ് ചെയ്താൽ കാണാം, ഇതില് ലോവർ ട്രയാങ്കുലർ പാർട്ടിൽ നോൺ സീറോ എൻട്രീസ് വരുന്നത്. അത്രയാണ്. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഇന്ന ഫോർമാറ്റ് ആണെന്നുള്ളതൊന്നും നമുക്ക് വലിയൊരു ഡിറ്റർമിനന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നില്ല. നമുക്കറിയാം ഏതൊരു ട്രയാങ്കുലർ മാട്രിക്സും തന്നാലും ആ ട്രയാങ്കുലർ മാട്രിക്സ് ലോവർ ആയിക്കോട്ടെ അപ്പർ ആയിക്കോട്ടെ ട്രയാങ്കുലർ ആണെങ്കിൽ ആ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ട്രയാങ്കുലർ മാട്രിക്സ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്, അതുകൊണ്ട് ഇവിടെയും നമുക്ക് എന്ത് പറയാം? ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ആണ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത് മാട്രിക്സ് നോക്കിയാൽ അറിയാം 1 1 by 2, അടുത്ത ഡയഗണൽ 1 by 3 1 by 4 എക്സെട്ര 1 by n ആണ് പോകുന്നത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1 into 1 by 2 1 by 3 1 by 4 എക്സെട്ര into 1 by n വരും. ഡിനോമിനേറ്ററിൽ നോക്കുന്ന സമയത്ത് 1 into 2 into 3 into 4 എക്സെട്ര n, 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ ഡിനോമിനേറ്ററിൽ n ഫാക്ടോറിയൽ എഴുതാം, ന്യൂമറേറ്ററിൽ 1 ആണ് n ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. സോ ന്യൂമറേറ്ററിൽ 1 വരും. സോ 1 by n ഫാക്ടോറിയൽ is the answer and we have option C is 1 by n factorial. So the final answer is option C. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1 by n factorial ഓപ്ഷൻ C എന്നുള്ളതാണ്. മാട്രിക്സ് നോക്കിയാൽ ഒരു 3/3നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു n by n മാട്രിക്സ് ആണ് വരുന്നത്. എപ്പോഴും നമുക്ക് ഏതൊരു എക്സാമിന് തരുന്ന സമയത്തും 3/3യിൽ കൂടുതലാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ 4/4 5/5 6/6 അങ്ങനെ വലിയതാണെങ്കിൽ നമുക്ക് ഒന്നിക്കലും റോ റെഡ്യൂസ്ഡ് ഫോം, അതായത് റോ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് ചിലപ്പം എളുപ്പത്തിൽ കാണാം. റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് മാട്രിക്സിൽ ഡിറ്റർമിനന്റ് ചേഞ്ച് ചെയ്യൂല. എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയാലൊന്നും ഡിറ്റർമിനന്റിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കുലർ ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ തന്നതന്നെ ട്രയാങ്കുലർ ആയിരിക്കും. ഇവിടെ ഈ ഒരു ക്വസ്റ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നതന്നെ ട്രയാങ്കുലർ ആണ്, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്, അതൊന്നും നമുക്ക് ഇവിടെ വലിയ യൂസ്ഫുൾ ആയിട്ട് വരുന്നില്ല. ട്രയാങ്കുലർ ആണെന്നുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇതേപോലെ ട്രയാങ്കുലർ അല്ലെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ട്രയാങ്കുലർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റോ ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷനോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിലുള്ള 3/3 4/4 അതിനേക്കാൾ വലിയ ഓർഡറുള്ള മെട്രിക്സുകൾ വരുമ്പോൾ ഡിറ്റർമിനന്റ് കാണാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 3 സിസ്റ്റം തന്നിട്ടുണ്ട്. x plus y plus z is equal to 5 ഫസ്റ്റ് ഇക്വേഷൻ, x plus 2y plus 3z is equal to 9 സെക്കൻഡ് ഇക്വേഷൻ, x plus 3y plus lambda z is equal to mu ലാസ്റ്റ് ഇക്വേഷൻ. അങ്ങനെ 3 ഇക്വേഷൻ അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ഹാസ് എ യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ ആണ്. അത് 4 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു 5, മ്യൂ ഈക്വൽ ടു 13. ഇവിടെ നമുക്ക് ലാംഡ മ്യൂ എന്നുള്ള റിലേഷൻസ് വരുന്നുണ്ട്. ലാംഡ നോട്ട് ഈക്വൽ ടു 5, ലാംഡ ഈക്വൽ ടു 5, മ്യൂ നോട്ട് ഈക്വൽ ടു 13 ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു 13. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അതിൽ 3 അൺനോൺസ് ഉണ്ട്, 3 ഇക്വേഷൻസ് ഉണ്ട്. നമുക്കറിയാം ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് കൺവേർട്ട് ചെയ്തിട്ട് AX ഈസ് ഈക്വൽ ടു B എന്നുള്ള മാട്രിക്സ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു രൂപത്തിൽ കൺവേർട്ട് ചെയ്താൽ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് റാങ്ക് ഓഫ് A ഈക്വൽ ടു റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മാട്രിക്സ് AB. ഇവിടെ A എന്നുള്ള മാട്രിക്സ് സിസ്റ്റം കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് A എന്നുള്ള മാട്രിക്സിന്റെ ഓർഡർ വരിക. ഇവിടെ നമുക്ക് മാട്രിക്സ് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് റോയിൽ വരുന്നത് 1 1 1, സെക്കൻഡ് റോയിൽ 1 2 3. So first row 1 1 1, second row 1 2 3, and last row 1 3 lambda 1 3 lambda. ഇതാണ് A വരുന്നത്. B എന്നുള്ളത് ആരാണ്? B 5 9 mu. ഓക്കെ, 5 9 mu. ഇതാണ് നമ്മുടെ B. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവണം. എന്താവണമെങ്കിൽ? യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ.
ആൻഡ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺസും കൂടി ആവണം. യുണീക് സൊല്യൂഷൻ ഉണ്ടാവാൻ ഈ ഒരു കണ്ടീഷനും കൂടി ഹോൾഡ് ചെയ്യണം. ലെസ് ദാൻ ആണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരും. സോ ഇൻ ഓർഡർ ടു make the system has a unique solution, we have rank of A equal to rank of AB equal to the number of unknowns. ഇവിടെ എ ബി ചെയ്യുന്ന സമയത്ത് നമുക്ക് 3/3 ആണ് എന്റെ മാട്രിക്സിന്റെ ഓർഡർ. എ ബി ചെയ്യുന്ന സമയത്ത് 3/4 വരും. റാങ്ക് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഒരു കണ്ടീഷൻ നോക്കുക. റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ഇവിടെ ആരാ വരുന്നത്? നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3. ഒരു 3/3 മാട്രിക്സിന്റെ റാങ്ക് 3 വരണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായേ പറ്റുള്ളൂ? നോൺ സീറോ ആയേ പറ്റുള്ളൂ. അപ്പൊ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് നോൺ സീറോ ആവുന്ന കണ്ടീഷൻ നോക്കിയാൽ മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ദ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഡിറ്റർമിനന്റ് വിൽ ബി നോട്ട് ഈക്വൽ ടു സീറോ. ഡിറ്റർമിനന്റ് നോൺ സീറോ ആവുന്ന സമയത്താണ് യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് 1 ചൂസ് ചെയ്തു. 1 into 2 lambda minus 9 minus 1 into സെക്കൻഡ് റോയിൽ സെക്കൻഡ് 1 ചൂസ് ചെയ്തു. ലാംഡ മൈനസ് 3 പ്ലസ് 1 into 3 minus 2 വരും. ആ റോയും കോളവും എലിമെന്റ് ചെയ്യുമ്പോൾ 1 into 3 3 വരും. 1 into 2 2 വരും. 3 minus 2. ഇത് നോൺ സീറോ ആവണം. That means 2 lambda minus 9 minus lambda plus 3 plus 1 not equal to 0. Lambda minus 5 not equal to 0. Lambda not equal to 5. Lambda not equal to 5 എന്നുള്ളത് ബി എന്നുള്ള ഓപ്ഷൻ ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ട്രൂ. നമ്മളിവിടെ ചെയ്തത് യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കും ഗിവൺ മാട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ടു ദ നമ്പർ of unknowns. Here the number of unknowns is 3, which is the order of the given matrix. Hence, unique solution if and only if the determinant is non-zero എന്നുള്ള ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഡിറ്റർമിനന്റ് നോൺ സീറോ ആവാനുള്ള കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അത് പ്രകാരം നമുക്ക് ഓപ്ഷൻ ബി ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മാട്രിസസ് ഓഫ് ഓർഡർ 3/3. അതായത് 3/3 മാട്രിക്സ് 3 ഓർഡറിലുള്ള മാട്രിക്സ് ആണ്. സച്ച് ദാറ്റ് എ ഈസ് ഓർത്തോഗണൽ. എ എന്നുള്ള മാട്രിക്സ് ഓർത്തോഗണൽ ആണ്. ആൻഡ് ബി ഈസ് സ്ക്യൂ സിമെട്രിക്. ബി എന്നുള്ള മാട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? രണ്ട് മാട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഒരാള് ഓർത്തോഗണൽ മാട്രിക്സും മറ്റേ ആള് സ്ക്യൂ സിമെട്രിക് മാട്രിക്സും. ഓപ്ഷൻസ് പറയുന്നത് determinant of AB equal to 1, determinant of AB equal to 0, determinant of AB is equal to -1, and last option is none of these. So എല്ലാ ഓപ്ഷൻസിലും നമ്മളോട് ചോദിക്കുന്നത് ഡിറ്റർമിനന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. ഡിറ്റർമിനന്റ് ഓഫ് AB. And we have a result dit of AB equal to dit A into dit B. ഈ ഒരു റിസൾട്ട് വെച്ച് നമുക്ക് ഡിറ്റ് ഓഫ് എ ബി ഇവാലുവേറ്റ് ചെയ്യാം. എ എന്നുള്ള മാട്രിക്സ് ഓർത്തോഗണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണൽ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തത് ബി എന്നുള്ള മാട്രിക്സ് 3/3 തന്നിക്കണം. 3/3 എന്ന് പറഞ്ഞാൽ 3 ഓഡ് ഓർഡർ ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് ബി സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ കിട്ടിയാൽ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ ടോട്ടൽ ആൻസർ 0 ആയിട്ട് വരും. രണ്ടും നോൺ സീറോ ആണെങ്കിൽ ടോട്ടൽ ആൻസറും നോൺ സീറോ ആയിട്ട് വരും ചെയ്യും. സോ ഡിറ്റ് എയും ഡിറ്റ് ബിയും ഇവാലുവേറ്റ് ചെയ്യണം whenever A is orthogonal and whenever B is skew symmetric. And we have if A is orthogonal matrix then determinant of A is equal to plus or minus 1. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആണ്. A ഓർത്തോഗണൽ മാട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A എന്തായിട്ട് മാറും? പ്ലസ് ഓർ മൈനസ് 1 ആയിട്ട് മാറും. ആൻഡ് next one, B is a skew symmetric matrix. B എന്നുള്ളത് skew symmetric matrix ആണ് തന്നിട്ടുണ്ട്. സോ ആൻഡ് വിച്ച് ഈസ് ഓഫ് ഓഡ് ഓർഡർ. നമുക്ക് തന്നിട്ടുള്ളത് 3/3 ആണ്. 3 ഓർഡറിലുള്ളതാണ്. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് B is equal to 0. അതായത് ഏത് ഓഡ് ഓർഡർ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് തന്നാലും അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഈ ഒരു റിസൾട്ടും നമുക്ക് വളരെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടി?
ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നും ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു 0 എന്നും കിട്ടി. സോ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഇൻറ്റു 0 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഈക്വൽ ടു ഡിറ്റ് ഓഫ് എ ബി. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഡിറ്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 0 ബി. അപ്പൊ ആ രണ്ട് റിസൾട്ടുകൾ നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ പറയാം. ഇനി ആ രണ്ട് റിസൾട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഫസ്റ്റ് വൺ നോക്കാം. എ എന്നുള്ള മെട്രിക്സ് ഓർത്തോഗണൽ ആണ്. ഓർത്തോഗണൽ ആണെങ്കിൽ ഓർത്തോഗണൽ മെട്രിക്സിന്റെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാം. നമുക്ക് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് ഓപ്പറേറ്റ് ചെയ്യാം. ഡിറ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഡിറ്റ് ഓഫ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു 1. ആൻഡ് വി ഹാവ് ഡിറ്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി, നമ്മളിപ്പോ പറഞ്ഞ റിസൾട്ട്. അപ്പൊ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ഓഫ് എ ട്രാൻസ്പോസ് വരും. ആൻഡ് വി ഹാവ് അനദർ റിസൾട്ട്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യൂല? ഡിറ്റർമിനന്റ് ചേഞ്ച് ചെയ്യൂല. ഡിറ്റ് ഓഫ് എയും ഡിറ്റ് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആയിരിക്കും. സോ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ഓഫ് എ ട്രാൻസ്പോസിന് നമുക്ക് എന്ത് തന്നെ ചെയ്യാം? ഡിറ്റ് എ എന്ന് തന്നെ ചെയ്യാം. ഡിറ്റ് എ എന്ന് തന്നെ എഴുതാം. അപ്പൊ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് എ വരും. ദാറ്റ് മീൻസ് ഡിറ്റ് ഓഫ് എ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കണം? പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കണം. അപ്പൊ ഏതൊരു ഓർത്തോഗണൽ മാട്രിക്സ് തന്നാലും അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 ആണ് വരിക. ഇനി നമുക്ക് സ്ക്യൂ സിമെട്രിക് ഓർഡർ ആവുന്ന സമയത്ത് ഡിറ്റർമിനന്റ് ഓഫ് ബി 0 വരുന്നത് നോക്കാം. സ്ക്യൂ സിമെട്രിക് ആണ്. സോ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വരും. രണ്ട് സൈഡിലും നമ്മൾ ഡിറ്റർമിനന്റ് ഓപ്പറേറ്റ് ചെയ്യാം. ഡിറ്റ് ഓഫ് ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഡിറ്റ് ഓഫ് മൈനസ് ബി വരും. നമുക്കൊരു 3x3 മാട്രിക്സ് ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു n/n മാട്രിക്സ് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ്, അതായത് ബി എന്നുള്ള എൻട്രി എടുക്കുക. ബി നമുക്ക് എന്തോ എ ബി സി ഡി അങ്ങനെ A11 A12 അങ്ങനെ എന്തോ ഒരു നമ്മുടെ എലമെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 2 3 4 5 ആണെങ്കിൽ മൈനസ് ബി എടുക്കുമ്പോൾ മൈനസ് 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 എല്ലാ എലമെന്റ്സിനും മൈനസ് വരും. ഡിറ്റർമിനന്റ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഡിറ്റ് ഓഫ് കെ എ ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റ് ഓഫ് എക്കാണ് ഈക്വൽ. ഡിറ്റ് ഓഫ് കെ എ ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റ് ഓഫ് എ. അപ്പൊ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജനറൽ കേസിലാണെങ്കിൽ -1 പവർ എൻ ഇൻറ്റു ഡിറ്റ് ഓഫ് ബി വരും. എൻ ഇവിടെ 3 ആണ്. സോ ഡിറ്റ് -1 പവർ 3 വരും. -1 പവർ 3 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. ഇനി 3 അല്ല 5 ആണ് 7 അങ്ങനെ ഏത് ഓഡ് നമ്പർ ആണെങ്കിൽ -1 പവർ ഓഡ് നമ്പർ -1 വരും. സോ -1 പവർ n ഓഡ് ആണെങ്കിൽ തന്നെ ഈ ഒരു റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ 3 ആണ്, അതുകൊണ്ട് അവിടെയും റിസൾട്ട് പറയാം. ഡിറ്റ് ഓഫ് ബി ട്രാൻസ്പോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് ചേഞ്ച് ചെയ്യൂല. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിറ്റ് ഓഫ് ബി വരും, റൈറ്റ് ഹാൻഡ് സൈഡ് -1 പവർ 3. നമ്മുടെ ജനറൽ കേസ് അല്ലാന്നുണ്ടെങ്കിൽ -1 പവർ 3 ഇൻറ്റു ഡിറ്റ് ഓഫ് ബി വരും. എൻ ഓർഡർ ഓഡ് ഓർഡർ ആണ് ജനറൽ കേസ് ആയിട്ട് n ആണ്, n ഓഡ് ആണെന്നുണ്ടെങ്കിൽ -1 ഇൻറ്റു ഡിറ്റ് ഓഫ് ബി എന്ന് എഴുതാം. ഈ ആളെ ലെഫ്റ്റേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 2 ടൈംസ് ഡിറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 0 വരും. ഹെൻസ് ഡിറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 0. സോ സ്ക്യൂ സിമെട്രിക് ആണ്. ഓഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് 0 വരും. ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് പ്ലസ് ഓർ മൈനസ് 1 വരും. ഡിറ്റ് എ ബി കാണാൻ വേണ്ടിയിട്ട് ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി എന്നുള്ള റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഡിറ്റ് ഓഫ് എ ബി ഈക്വൽ ടു 0 എന്നും കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ.